നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താവേളയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. നികുതി പിരിവിലെ വീഴ്ച നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. ബജറ്റ് ചർച്ചയിൽ വിഷയം വന്നതാണെന്ന് സ്പീക്കർ. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. മുഖ്യമന്ത്രി സ്പീക്കറെ ഭയപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സ്പീക്കറുടെ നിഷ്പക്ഷ നിലപാടിന് മുഖ്യമന്ത്രി തടസ്സമായി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 50 രൂപ കൂട്ടി. പുതിയ വില 1110 രൂപ. വാണിജ്യ സിലിണ്ടറിന് ഇനി 2124 രൂപ നൽകണം. വില വർധന അംഗീകരിക്കാനാകില്ലെന്ന് ഹോട്ടൽ ഉടമകൾ. സർക്കാരാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രീ വി ഡി സതീശനടക്കം തെരുവിലിറങ്ങിയിട്ടുണ്ടോ? അപ്പോൾ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിനോ ഇതര കക്ഷികൾക്കോ സാധിക്കുന്നില്ല. വരാപ്പുഴയിലെ സ്ഫോടനം അനധികൃത പടക്കശേഖരത്തിൽ നിന്നെന്ന് ജില്ലാ കലക്ടർ രേണുരാജ്. പടക്കശാല നടത്തിപ്പുകാരായ സഹോദരങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. അനധികൃത പടക്കം നിർമ്മിച്ചത് അമിത ആദായം ലക്ഷ്യമിട്ടെന്ന് എഫ്ഐആർ. വൻതോതിൽ പടക്കം സൂക്ഷിച്ചത് ഈ ലൈസൻസ് മറയാക്കിയെന്നും കണ്ടെത്തൽ. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരം. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യുവതി. ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിന് ഒരു വിലയുമില്ലാതായെന്ന് കുറ്റപ്പെടുത്തൽ. തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിന്റെ ഉത്തരവാദി സർക്കാർ. അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം മൂടിവെച്ചെന്നും ചികിത്സാ പിഴവിന് ഇരയായ ഹർഷീന. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. റോഡ് സുരക്ഷയിൽ കേരള വിഷൻ ന്യൂസിന്റെ ഇടപെടൽ. സീബ്ര ലൈനിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. വാഹനോടിക്കുന്ന നിർബന്ധമായും അവർക്ക് സീബ്ര ലൈൻ ക്രോസിന് പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ പോലീസ് കേസെടുക്കും. നടപടി കേരള വിഷൻ ന്യൂസിന്റെ റോഡ് സുരക്ഷ ജനങ്ങളുടെ അവകാശം എന്ന വാർത്താ പരമ്പരയിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. പഞ്ചാബ് മേഘാലയയും സർവീസസ് കർണാടകയെയും നേരിടും. മത്സരങ്ങൾ സൗദി അറേബ്യയിലെ കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ.